തീരത്ത് എവിടെയോ വെച്ച് നഷ്ടമായ ജീവിതത്തിലെ ചില നല്ല ഓർമ്മകൾ. ആ ഓർമ്മകൾ ഇപ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു പൊട്ടിച്ചിരിയാവാം. അതെ, ഓർമ്മകൾ. മഴ പോലെ മനസ്സിൽ നിറയുന്ന ആ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. റിവൈൻഡ്. വെൽക്കം ഡിയർ ലിസണേഴ്സ്. അങ്ങനെ നിങ്ങളുടെ സ്വന്തം സെഗ്മെന്റായ റിവൈൻഡിൽ ഇതാണ് നമ്മൾ ഒത്തുചേരുന്നു. തീർച്ചയായും നിങ്ങൾക്കും ഈ റിവൈൻഡിൽ നിങ്ങളുടെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്, ഫാക്സ് വഴിയും ഇമെയിൽ വഴിയും ഒക്കെ. ഫാക്സ് അയക്കേണ്ട നമ്പർ ഓർമ്മിപ്പിക്കുന്നു 17256470. അതല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഓർമ്മിപ്പിക്കാം pr@radiovoice.bh. അപ്പോൾ ഇന്നത്തെ അനുഭവക്കുറിപ്പിലേക്ക് നമുക്ക് പോകാമല്ലേ. ഇന്ന് സിബി മാത്യു ആണ് എത്തിയിരിക്കുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു, ക്ഷമിക്കണം, സിബി ജോസഫ് ആണ് എത്തിയിരിക്കുന്നത്. നമസ്കാരം ഷിബു, നൂർ ആൻഡ് വിനോദ്. ഞാൻ സിബി, കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. നിങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ ഒരു അംഗമാണ് കേട്ടോ. 12 മണി മുതൽ ഞാനും നിങ്ങളോടൊപ്പം എന്നും ഈ യാത്രയിൽ ചേരാറുണ്ട്. നിങ്ങളുടെ തമാശകളും കൊച്ചു കൊച്ചു പാരവെപ്പുകളും വിനോദ് തമ്പ്രാന്റെ മണ്ടത്തരവും ഒക്കെ കേട്ട് യാത്ര ചെയ്യുമ്പോൾ സത്യം പറയാമല്ലോ, നേരം പോകുന്നതേ അറിയാറില്ല. ഒപ്പം മനോഹര ഗാനങ്ങൾ കൂടിയാകുമ്പോ എന്താ പറയുക, ഷിബുച്ചായന്റെ ഭാഷയിൽ സംഭവം ജിമിട്ട് റീവൈൻഡ് എന്ന സെഗ്മെന്റ് ആണ് നിങ്ങളുടെ പരിപാടിക്ക് മാറ്റുകൂട്ടുന്നത് കേട്ടോ. നമ്മുടെ കൂട്ടുകാരുടെ അനുഭവങ്ങൾ കേട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അപ്പുറത്തെ ക്യാബിനിലിരിക്കുന്ന കോട്ടയക്കാരൻ റോയിച്ചാൻ വിളിച്ചു ചോദിക്കും, സിബിയെ നിനക്ക് എന്നാ പറ്റിയടാ? ശരിക്കും പറഞ്ഞാൽ റോയിച്ചാന് നിങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ്. ഇനി എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞോട്ടെ. കുട്ടിക്കാലത്ത് ഏതൊരാളെ പോലെയും പ്രശസ്തി നേടാനുള്ള ആഗ്രഹം മനസ്സിനെ മതിച്ചിരുന്ന കാലം. 4ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു അവധിക്കാല ക്യാമ്പിൽ മഹാനായ സിപ്പി പള്ളിപ്പുറം സാറിന്റെ കഥയെഴുത്ത് ക്ലാസ്സിൽ നിന്നും കിട്ടിയ ആവേശത്തോടെ ഞാൻ നോവൽ എഴുത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. എന്തൊക്കെ എഴുതി. വീട്ടുകാരും കൂട്ടുകാരും അതെല്ലാം വാനോളം പുകഴ്ത്തിയപ്പോൾ എനിക്കും തോന്നി ഞാനൊരു സംഭവമാണ്. എന്റെ ഓർമ്മയിൽ സ്കൂളിലും കോളേജിലും ഞാനൊരു താരം തന്നെയായിരുന്നു. കോളേജിൽ എന്നെ കാണുമ്പോൾ എന്റെ നോവലുകൾ വായിച്ചിരുന്നവര് പൂന്തോട്ടത്തിൽ നിന്നും പൂക്കളും ഇലകളും പറിച്ച് എന്റെ മേലിടുമായിരുന്നു. പൂന്തോട്ടത്തിൽ പൂക്കളും ഇലകളും ഇല്ലാതായപ്പോൾ പിന്നീട് അവര് കടലാസ് കുനുവിനാ കീറിയാണ് അവരെന്നെ വരവേറ്റത്. തികച്ചും ഭൂഷാവാദിയായ ഞാൻ ഈയിടയ്ക്കാണ് കമ്പ്യൂട്ടർ ചാറ്റിംഗും മറ്റും പഠിച്ചത്. അങ്ങനെയാണ് എന്റെ കോളേജ് സഹപാഠിയിലൂടെ മറ്റൊരു സത്യം ഞാൻ അറിയുന്നത്. അവരെന്ന് കീറിയെറിഞ്ഞിരുന്നത് എന്റെ നോവലിന്റെ കോപ്പിയായിരുന്നെന്നും അവ വിതറുകയായിരുന്നില്ല, മറിച്ച് കീറി അതെന്റെ മുഖത്ത് എറിയുകയായിരുന്നു. അതിനു മുൻപ് പൂന്തോട്ടത്തിൽ വെച്ചും മറ്റും കയ്യിൽ കിട്ടിയതെടുത്ത് എറിയുകയായിരുന്നു അത്രേ. എന്റെ ഭാഗ്യം, അന്നൊന്നും ചെടിച്ചട്ടിയിൽ വളർത്താറുന്ന ചെടിയെ. എന്റെ കോളേജ് ജീവിതത്തിന്റെ 2ാം വാർഷിക പരീക്ഷ നടക്കുമ്പോഴാണ് കോളേജിനെ പോലും വേദനിപ്പിച്ച ആ സംഭവം എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടത്. സിവിൽ എഞ്ചിനീയർ വിദ്യാർത്ഥിയായ എനിക്ക് അന്ന് ഏറ്റവും കടുപ്പമുള്ള ഒരു ടെക്നിക്കൽ സബ്ജക്റ്റിന്റെ പരീക്ഷയായിരുന്നു. 2ാം വർഷമായതിനാൽ പലരും അന്നത് എഴുതാതെ പിന്നീട് സപ്ലി എഴുതാൻ ഉറച്ച് കോളേജ് കട്ട് ചെയ്തു പുറത്തുപോയ സമയം. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷ തുടങ്ങി. ആദ്യ മിനിറ്റിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഈ പരീക്ഷയിൽ കാര്യമായൊന്നും ചെയ്യാനില്ല. ഇനി 3 മണിക്കൂർ എങ്ങനെ ചെലവാക്കും എന്ന് വിഷമിച്ച് തല പുകഞ്ഞാലോചിച്ച എന്റെ മനസ്സിലേക്ക് ഞാൻ അപ്പോൾ എഴുതുന്ന നോവലിന് നല്ലൊരു ക്ലൈമാക്സ് കൂടി വന്നു. അതെ, ഇങ്ങനത്തെ സമയത്തൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരും. അതെ, അതും ഒരു സൂപ്പർ ഡ്യൂപ്പർ ക്ലൈമാക്സ്. എന്താ സംഭവം? ഞാൻ അത് അപ്പോൾ മിസ് ചെയ്താൽ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും കിട്ടിയില്ലെന്ന് തോന്നിയ നിമിഷത്തിൽ ആൻസർ എഴുതാൻ തന്ന പേപ്പറിൽ തന്നെ ഞാൻ അതെല്ലാം കുത്തിക്കുറിച്ചു. പരീക്ഷ വേണേൽ സപ്ലൈ എഴുതാം, പക്ഷെ എന്റെ നോവലിന് ഇത്ര നല്ലൊരു ക്ലൈമാക്സ് ഇനി കിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് ആവേശപൂർവ്വം ഞാൻ എഴുതി. ടകടക എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കുട്ടികൾ 3-4 പേപ്പറിൽ പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ പേപ്പറുകൾ വാരിക്കൂട്ടി. 1 അല്ല 2 അല്ല 20-ലധികം പേപ്പറുകൾ. നിശ്ചിത സമയത്ത് തന്നെ ഞാൻ എഴുതി തീർത്തു. 2 വട്ടം വായിച്ചു, എല്ലാം ഉറപ്പുവരുത്തി. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു സംഭവം പരീക്ഷാ പേപ്പറിൽ നോവൽ എഴുതിയത്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ, അത് സർക്കാരിന് ടോള് കൊടുത്തും വരും എന്ന് പറയുന്നത് പോലെ നോവൽ എഴുതിയ ആൻസർ ഷീറ്റ് വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിച്ച എന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രൊഫസർ പിടിച്ചു. കുറ്റം കോളേജ് സീൽ ചെയ്ത ആൻസർ ഷീറ്റ് ദുരുപയോഗം ചെയ്തു, കൂടാതെ അത് അടിച്ചു മാറ്റാനുള്ള ശ്രമവും തുടങ്ങി. പുകില് എന്ത് സംഭവിച്ചാലും എന്റെ നോവലിന്റെ ക്ലൈമാക്സ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ഞാൻ. കോളേജിന്റെ ആൻസർ ഷീറ്റ് ഒരു കാരണവശാലും പുറത്തുവിടില്ലെന്ന് പ്രൊഫസർ. പ്രശ്നം വഷളായി. സംഭവം ഡിപ്പാർട്ട്മെന്റ് ഹെഡിലേക്ക്, അവിടെ നിന്ന് പിന്നെ കോളേജ് പ്രിൻസിപ്പാളിലേക്ക്. അറുത്ത കൈക്ക് മുളക് തേക്കാൻ മടിയില്ലാത്ത ഒരു നല്ല മനുഷ്യനായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പൽ.
ഓക്കെ. ഒരു സസ്പെൻഷനിൽ കുറയാത്ത ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും പ്രിൻസിയുടെ മുന്നിലും ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഓക്കെ. ആ ക്ലൈമാക്സ് അങ്ങനെ വിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. അതെ, എന്റെ നോവലിന്റെ ക്ലൈമാക്സ് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകാഞ്ഞിട്ടോ അത് എന്റെ മറ്റു നോവലുകൾ വായിച്ചിട്ടുള്ള ആരാധന കൊണ്ടോ അല്ലെങ്കിൽ ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് തോന്നിയിട്ടോ അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഓ, എന്താ തീരുമാനം? അവരെനിക്ക് ഇതിന്റെ ഫോട്ടോ കോപ്പി എടുക്കുവാൻ അനുവദിച്ചു. കൂടാതെ ശിക്ഷാ നടപടികൾ. എന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് പ്രിൻസി എനിക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് തന്നു. അതും ഇനി നോവൽ എഴുതി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. പ്രിൻസിക്ക് എന്നെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കാരണം പപ്പ ഗൾഫിൽ നിന്നും ഉണ്ടാക്കിയ കാശിന്റെ നല്ലൊരു ഭാഗം പിടിച്ചു വാങ്ങിയതല്ലേ. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പരീക്ഷ കഴിഞ്ഞ് അവധിക്ക് വീട്ടിൽ ചെന്നപ്പോ സ്റ്റഡി റൂമിൽ കയറി അന്ന് വരെ ഞാൻ എഴുതിയ എല്ലാ നോവലുകളും കുത്തിയിരുന്ന ഒരു ആവർത്തി കൂടി വായിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോ ഒന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എഴുതിയ നോവലുകൾ വായിച്ചാൽ ഞാൻ തന്നെ വഴിതെറ്റിപ്പോയി. മമ്മ കൂടെ പറയും പോലെ ഇതൊക്കെ വെളിച്ചം കാണിക്കേണ്ട സമയമായി. അന്ന് തന്നെ അതുവരെ എഴുതിയ എല്ലാം ഒരു തീപ്പെട്ടിക്കുള്ളിയിലെ തീയിലൊതുക്കി. കൂടാതെ ഒരു ശപഥവും, ഇനി മേലിൽ ഞാൻ ഇത് ആവർത്തിക്കില്ല. ഇനി ഒരിക്കലും ഞാൻ എഴുതിയത് ഞാൻ തന്നെ വായിക്കില്ല. സ്നേഹപൂർവ്വം നിർത്തുന്നു, സിബി ജോസഫ്. കൊള്ളാല്ലേ? ഏതായാലും അമ്മ പറഞ്ഞതുപോലെ സിബി ആ സൃഷ്ടികളൊക്കെ വെളിച്ചം കാണിച്ചത് നന്നായി. ആ വെളിച്ചത്തിലായിരുന്നല്ലോ സിബി ഇനി മേലിൽ എഴുതില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തു. അത് വായിച്ചിരുന്നെങ്കിൽ സിബിയും മറ്റുള്ളവരും എല്ലാം വഴിതെറ്റി പോയില്ലേ? അത് വളരെ ശരിയാണ്. ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ച് സിബി ഇതാ ബഹ്റൈനിലെത്തിയിരിക്കുക. ഇപ്പൊ പക്ഷെ നമ്മുടെ യാത്രയിൽ വഴിതെറ്റി പോകാതിരിക്കാനും ഇന്നത്തെ യാത്രയുടെ ഒടുവിൽ നമ്മളൊരു ചിരി ഉണർത്താനും സിബിക്ക് കഴിയും. താങ്ക് യു സിബി. എടുത്തു നിർത്തരുത്. വീണ്ടും ഇതുപോലെ ഞങ്ങളിലേക്ക് കടന്നു വരണം. അടുത്ത ഗാനം താങ്കൾക്കുള്ളതാണ്. കാത്തിരിക്കുക. സപ്ലൈ എഴുതിയോ ആവോ? സപ്ലൈ എഴുതിയോ? അതറിയില്ല. അറിയില്ല. സിബി ഹായ്. सारी उम्र हम मर मर के जी